കണ്ണൊക്കെ നോക്ക്, വാഴ കണ്ട് കരഞ്ഞ്. അങ്ങനെ കാത്തിരുന്ന് നമുക്കിന്ന് വാഴ 2 ടിക്കറ്റ് കിട്ടിയിട്ടോ. മണ്ണൂർ വളവിലുള്ള ചിത്ര സിനിപ്ലക്സിലാണ് പോയത്. വൈകുന്നേരം 4 മണിയുടെ ഷോ ആയിരുന്നു. അതിനിടയ്ക്ക് വാഴയുടെ ട്രെൻഡിൽപ്പെട്ടിട്ട് പള്ളിച്ചട്ടമ്പിയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ പടം തുടങ്ങി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ അടിപിടിയും ബഹളമൊക്കെ കണ്ടപ്പോൾ എവിടേക്കോ എനിക്കൊരു തള്ള വൈബ് കയറി വന്ന പോലൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കളെ, പിന്നീട് അങ്ങോട്ട് പടം പോയൊരു പോക്കുണ്ട്. ചിരിച്ചും കരഞ്ഞും ചിന്തിച്ചും നമ്മളെ വേറൊരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം കേട്ടോ. സിബ്ലിങ്സ് ഉള്ളവർക്ക് ഈ പടം നൽകുന്നത് ഒരു തിരിച്ചറിവാണെങ്കിൽ, അതില്ലാതെ ഒറ്റക്കുട്ടിയായി വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ഈ പടം അവശേഷിപ്പിക്കുന്നത് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട് എന്നാൽ എന്തായിരിക്കണമെന്നും ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിനുള്ള വാല്യൂ എത്രമാത്രം ഉണ്ടെന്നും ഈ ചിത്രം നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. ബൈ ദ വേ, ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടോളൂ. ടിക്കറ്റിനൊക്കെ ഭയങ്കര ക്ഷാമം തന്നെയാണ്. അങ്ങനെ സിനിമയ്ക്ക് ശേഷം നമ്മൾ ഫറൂഖിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയി കേട്ടോ. വിഷുവിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ വിചാരിച്ചത്ര ഒരു കളക്ഷൻ എനിക്ക് അവിടെ കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ചുരിദാറൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. വിശപ്പിൻ്റെ അസുഖം കൂടിയ കാരണം പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയും പുതിയ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.